കോമ്പോ രക്ഷയില്ല വെച്ചാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാക്കി കളഞ്ഞു. വേറെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയും വിനായകൻ ചേർന്നും കൂടിയും മത്സരിച്ച് അഭിനയിച്ചേക്കാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ബ്രില്യൻ മൂവി, ഒരു രക്ഷയില്ല. ഗുഡ് ഡയറക്ഷൻ, അതിൻ്റെ തിരക്കഥ എല്ലാം ബ്രില്യൻ. വളരെ സട്ടിലായിട്ടാണ് ക്രുവലിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്. അല്ല, സട്ടിൽ എക്സ്പ്രഷൻസ് ആണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ദേഷ്യം വരും ആ ക്യാരക്ടറിനോട്. വിനായകനെ കട്ടയ്ക്കാണ്. കട്ടിക്കായിരുന്നു. ഇനി നിങ്ങൾ നോക്കിക്കോ, വിനായകൻ മലയാള സിനിമ ഭരിക്കുന്ന യാതൊരു സംശയമില്ല. സിനിമയാണ്. ഇന്റർവൽ പഞ്ചും വിനായകനും മമ്മൂട്ടിയും ഒന്നിനൊന്ന് അടിപൊളി. അതാണ് ഞാൻ പറഞ്ഞത്. ഒരുപടി മുമ്പിൽ ഒരു സൂപ്പർ സ്റ്റാർ ഇങ്ങനത്തെ ഒരു ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു റോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ള ഉറപ്പാണ്. എന്നാലും ഞാൻ വിചാരിച്ചത് ഡൗണിക്ക പോലെ ലോ ആണ്, പക്ഷെ ലോ ആവില്ല. ഇപ്രാവശ്യം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ തൂക്കിവിടും. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര എൻഗേജിങ് ആയിരുന്നു സ്റ്റോറി. പിന്നെ മമ്മൂക്കയുടെ ഒരു വില്ലൻ ക്യാരക്ടർ അല്ലേ, വളരെ സട്ടിലായിട്ടാണ് ക്രുവലിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്. അല്ല, സട്ടിൽ എക്സ്പ്രഷൻസ് ആണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ദേഷ്യം വരും ആ ക്യാരക്ടറിനോട്. ആൻഡ് മമ്മൂക്ക് ഇതിൻ്റെ ടീസർ ലോഞ്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഈ ക്യാരക്ടർ നിങ്ങൾക്ക് തിയേറ്ററിൽ വിട്ടിട്ട് പോരാൻ പറ്റില്ല എന്ന്. അത് ഭയങ്കര സത്യമായിട്ട് തോന്നി. കാരണം ഇപ്പോഴും ആ ക്യാരക്ടറിൻ്റെ അടുത്തുള്ള ദേഷ്യം നമ്മുടെ മനസ്സിലുണ്ട്, തീർന്നിട്ടില്ല. അങ്ങനത്തെ, കാരണം അത്ര സട്ടിലായിട്ടാണ് ആ ക്രുവൽറ്റി കാണിക്കുന്നത്. അപ്പം അത്രയും നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ദേഷ്യം തോന്നും ആ ക്യാരക്ടറിൻ്റെ അടുത്ത്. ഭയങ്കര നന്നായിരുന്നു എക്സ്പീരിയൻസ്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. വിനായകൻ സാറും അടിപൊളിയായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന അതായിരുന്നു, ആ പോലീസ് ഓഫീസറിൻ്റെ ക്യാരക്ടറിന് ഒരു ഡിഫറെൻറ്റ് ബോഡി ലാംഗ്വേജ് തന്നെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ ബാക്കിയുള്ള സിനിമകൾ പോലെ അല്ല. ആളുടെ ബോഡി ലാംഗ്വേജ് തന്നെ വ്യത്യാസം, ആളുടെ ഡയലോഗ് ഡെലിവറി വ്യത്യാസം, ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അവരുടെ കോമ്പിനേഷനും നന്നായി വർക്കായി ഇതിനകത്ത്. ഭയങ്കര നല്ലതായിട്ട് നമ്മൾ എൻഗ്രോസ്ഡ് ആയി പോകും സിനിമേനകത്ത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെയധികം സന്തോഷം. നമുക്ക് ഈ ഒരു മമ്മൂട്ടി കമ്പനിയുടെ ഭാഗമായിട്ട് ഒരു റോള് വിനായകൻ ചേട്ടൻ്റെ വൈഫായിട്ട് അഭിനയിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഓഡിയൻസിൻ്റെ ഇടയിലുള്ള റെസ്പോൺസ് നമ്മൾ അന്നേരം അറിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിങ് ഭയങ്കര രസമുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുവന്നപ്പോൾ അറിയാം, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ബ്രില്യൻ മൂവി, ഒരു രക്ഷയില്ല. ഗുഡ് ഡയറക്ഷൻ, അതിൻ്റെ തിരക്കഥ എല്ലാം ബ്രില്യൻ. മമ്മൂക്കയുടെ പെർഫോമൻസ് പറയണോ, ഓരോ സീനിലും നമ്മൾ ത്രില്ലടിച്ചിട്ട് അതും അങ്ങനെയാണോ, ഇതെന്താ ഇങ്ങനെ, ഭയങ്കര ക്യൂരിയോസ്ഡ് ആയിരുന്നു. ഒപ്പം തന്നെ വിനായകൻ ചേട്ടനും ഇതിൻ്റെ എല്ലാ വർക്കും, എഡിറ്റിങ്ങും മ്യൂസിക്കും എല്ലാം ഭയങ്കര ബ്രില്യൻ്റ് ആയിരുന്നു. ഐ എം സോ ഹാപ്പി. ഇതിൽ അഭിനയിച്ച ഓരോ സ്ത്രീ കഥാപാത്രങ്ങളും അവരുടെ കഥാപാത്രങ്ങളിൽ നിന്നൊട്ടും വിട്ടു നിൽക്കാതെ കറക്റ്റ് എല്ലാത്തിനോടും നീതി പുലർത്തി ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ടൈപ്പ് ഓഡിയൻസിനും അങ്ങനെ ഒരു വൾഗാരിറ്റിയോ ഒരു കാര്യങ്ങളും ഇല്ലാതെ എല്ലാ ടൈപ്പ് ഓഡിയൻസിനും കാണാൻ പറ്റുന്ന ഒരു ഗുഡ് മൂവിയാണ്. താങ്ക്സ്. മൊത്തത്തിൽ സിനിമ ഇങ്ങനെ സ്ലോ ആയിട്ട് ലാസ്റ്റിൽ ഭയങ്കര പവർഫുൾ രണ്ടുപേരുടെ പെർഫോമൻസ് കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങിയ ഒരു മൊമെൻ്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബാക്കി ആൾക്കാരും തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അഭിപ്രായം പറയണം. കട്ടിക്കായിരുന്നു. നിങ്ങൾ കണ്ടില്ല? അത് കണ്ടാൽ മനസ്സിലാവും. ഭയങ്കര രസമായിരുന്നു പെർഫോമൻസ്. എന്ന് വെച്ചാൽ പേഴ്സണലി എൻ്റെ രണ്ട് ഫേവറേറ്റ് ആക്ടേഴ്സാണ്. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ ലെവലപ്പായി കാണുമ്പോഴത്തേക്കിന് ഭയങ്കര സന്തോഷം. അല്ല, സ്ക്രിപ്റ്റ് വൈസ് പറയുവാണെങ്കിൽ, ക്യാരക്ടർ വൈസ് പറയുവാണെങ്കിൽ വിനായകൻ ചേട്ടനാണ്. ബട്ട് പെർഫോമൻസ് വൈസ് പറയുവാണെങ്കിൽ രണ്ടുപേരും കിടിലം പടമാണ് കളങ്കാവൽ. നിങ്ങൾ ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടോ, ഒരു രക്ഷയില്ല. നമ്മളെ സ്ത്രീ സമൂഹം പറ്റിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇതിനകത്തൂടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ സൗന്ദര്യവൽക്കരിച്ചുകൊണ്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. എന്താണ് നമ്മുടെ സ്വന്തം പുരുഷനെയൊക്കെ വഞ്ചിച്ചുകൊണ്ട് പോകുന്ന സ്ത്രീകളുമില്ലേ? ഇവരെല്ലാം വന്നിരുന്ന ഈ സിനിമ കാണുക, എന്നിട്ട് എന്താണ് ഇവർക്ക് സംഭവിച്ചിട്ടുള്ളതെന്നുണ്ട് ഇത് കണ്ടതിന് ശേഷം വരുന്ന ആലോചിക്കുക, അയ്യോ ഇങ്ങനെയാണല്ലോ ഞാൻ പറ്റിക്കപ്പെട്ടത്. ഇത് തന്നെയാണ് സിനിമ. സിനിമയിലൂടെ നമുക്കൊരു കാര്യം അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു സ്ത്രീയോട് നേരിട്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ സ്ത്രീ ഒരു സിനിമ എടുത്ത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീകൾക്ക് മനസ്സിലായി. ഇനിയെങ്കിലും ദുരനുഭവങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക. ഇതിൻ്റെ സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, ഇതിൻ്റെ BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം വെച്ച് സൈക്കോ. മമ്മൂക്ക ഒരു സൈക്കോയാണ്, പിന്നെ ഒരു വില്ലനാണ്, ഒരു നായകനാണ്. വിനായകൻ ഒരു വില്ലനാണ്, ഒരു നായകനാണ്. എന്തുകൊണ്ട് മികച്ച ഒരു സിനിമ എടുത്ത ഈ ജിതിൻ എന്ന് പറഞ്ഞ ഡയറക്ടർ നമുക്ക് ആദ്യമായിട്ട് എടുത്താണെന്ന് ഒരിക്കലും തോന്നുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത്ര ബ്രില്യൻ്റായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മളൊരു സിനിമ തിയേറ്ററിൽ ഒന്ന് കാണുന്നില്ല, നമുക്ക് കുറച്ചൊരു എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ നമുക്ക് അസ്വസ്ഥമായിട്ടുള്ള സീനുകൾ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പോകും. ഇതങ്ങനെയൊന്നുമില്ല. നമ്മളവിടെ ഇരുന്ന 2.5 മണിക്കൂർ തികഞ്ഞ വിശ്വാസത്തോടു കൂടിയിരുന്ന് നമ്മൾ എന്ത് നടക്കും ആ ഒരു ക്യൂരിയോസിറ്റി വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നൊരു സിനിമയാണ്. എന്തുകൊണ്ടും മികച്ച ഒരു സിനിമയാണ്. എന്തായാലും മമ്മൂക്കയുടെ കരിയറിലെ 100 കോടി
ആദ്യത്തെ പടം എനിക്ക് തോന്നുന്നു ഈ പടം ആകാനാണ് സാധ്യത. ഇതിൽ പ്രായമൊന്നുമില്ല, എല്ലാവർക്കും കാണാം. അനാവശ്യമായിട്ട് ബൾഗറടിച്ച് അങ്ങനെയുള്ള സീനുകളേ ഇതിനകത്തില്ല. പക്ഷെ എന്നാൽ സൈക്കോയാണ്. എങ്ങനെയാണ് സൈക്കോ മേക്ക് ചെയ്യണത്, അത് എന്താണ് നമ്മൾ സിനിമ ഒന്ന് കാണുക. ധൈര്യമായിട്ട് കുടുംബസമേതം വന്നിരുന്ന് കാണാം. എങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പടം ചെയ്തേക്കുന്നത്. അത്ര നല്ല പടം. സിനിമ രണ്ടുപേരും കട്ടയ്ക്കാണ്. ഭയങ്കര ഒരു സസ്പെൻസ് ഇട്ടിട്ടാണ് നിർത്തിയേക്കുന്നത്. അതെ അതെ ശരി. കിടിലൻ സിനിമയാണ്. ഇൻട്രോൾ പഞ്ചും വിനായകനും മമ്മൂട്ടിയും ഒന്നിനൊന്ന് അടിപൊളി. കിടിലൻ സിനിമയാണ്. ഇൻട്രോൾ പഞ്ചും ക്ലൈമാക്സും രണ്ടും ഞെട്ടിക്കുന്ന ടൈപ്പായിരുന്നു. കലക്കി. മമ്മൂക്ക ഫാൻസാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പടത്തിന് വന്നതാണ്. ഞാൻ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഫസ്റ്റ് ഷോക്ക് തന്നെ വേണ്ടിയിട്ട് വന്നത്. ഒരു രക്ഷയില്ല. മമ്മൂക്കാനെക്കാട്ടും ഒരുപടി മുന്നിൽ വിനായകന് പറയാതെക്കാൻ പറ്റില്ല. എല്ലാ ഫാൻസ് തന്നെ ഇത് കാണേണ്ട പടം തന്നെ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപടി മുമ്പിൽ. കാരണം മമ്മൂക്കാക്കാന്ന് കയ്യടി കൊടുക്കണ്ട്. കാരണം വിനായകൻ എന്ന് പറഞ്ഞ നായകനെ ഇൽത്തിതാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ മമ്മൂക്കാക്ക് കൈ കൊടുക്കണം. ഇത് പടം തൂക്കിയോന്ന് പറയേണ്ട ആവശ്യമില്ല. ഒന്ന് കണ്ടു നോക്ക്, ടിക്കറ്റ് എടുത്ത് നോക്ക്, അപ്പോൾ പറയാലോ നിങ്ങൾക്ക് പടം കണ്ടിനോ. ഹലോ, ശ്രുതിയാണ്. ഐ വാസ് എ പാർട്ട് ഓഫ് ദ മൂവി. ദ റൈഡ് ശരിക്കും ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മസ്റ്റ് വാച്ച്. ഐ മീൻ കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. ബിക്കോസ് സ്റ്റാർട്ടിങ് മുതൽ ഒരു ഹാഫ് ഇൻ്റർവെൽ വരെയൊന്നും ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല വേർ എക്സാക്ട്ലി ഇസ് ദ മൂവി ഗോയിങ്. ബിക്കോസ് എനിക്ക് പേഴ്സണലി കഥയൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് എൻ്റെ പോർഷൻ മാത്രമായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഫോർ മീ ഇറ്റ് വാസ് എ ടോട്ടലി ഡിഫറെൻറ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. ആൻഡ് ഓഫ് കോഴ്സ് മോളും മൂവിയുടെ ചെറിയൊരു ഭാഗമാണ്. സോ മസ്റ്റ് വാച്ചാണ്. ബക്കിൾ അപ്പ് ആൻഡ് എൻജോയ് ദ റൈഡ്. ഒരു പുതിയ ഒരു അപ്രോച്ചാണ് ഈ മൂവിയിൽ കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓഡിയൻസ് വന്ന് കാണുമ്പോൾ നമ്മൾ ഇതുവരെ കാണാത്തൊരു രീതിയിലായതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ പുതുമ. മാത്രമല്ല നമ്മൾ മമ്മൂക്കയായാലും ജിതിനായാലും സ്ക്രീൻ പ്ലേ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ്. മമ്മൂക്കയും വിനായകൻ ചേട്ടനും ക്യാരക്ടർ അവർ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മൾ കണ്ടിട്ടില്ല ഇവർ രണ്ടുപേരും ഇങ്ങനെ പെർഫോം ചെയ്യുന്നത്. എസ്പെഷ്യലി മമ്മൂക്ക. വിനായകൻ ചേട്ടനായാലും വിനായകൻ ചേട്ടൻ ഇങ്ങനെ അഭിനയിക്കുന്നു. വേറൊരു നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇവരിങ്ങനെ ഓരോരും. ഇതെന്താ ഇത് നമ്മൾ കാണാത്ത രീതിയിലാണല്ലോ ഇവർ. നമുക്ക് ആ ഒരു പുതുമയുണ്ട്. അത് ആ സിനിമയുടെ അപ്രോച്ചിലായാലും ആ പുതുമയുണ്ട്. അതുകൊണ്ട് പ്ലീസ് ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. അത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും. ഓക്കെ, താങ്ക് യു. വിനായകൻ്റെയും വേറിട്ട പെർഫോമൻസാണ്. ഒരു സൂപ്പർ സ്റ്റാർ ഇങ്ങനത്തെ ഒരു ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു റോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ള ഉറപ്പാണ്. അത് 100% ഫലിച്ചു. അടിപൊളി. അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ വിനായകനെക്കാട്ടും വലിയൊരു ആക്ടറാണ് മമ്മൂട്ടി. പക്ഷേ ഇതിലൊരു ഇത് വെച്ചിട്ട് വിനായകൻ്റെ റോള് വിനായകൻ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ റോളും മമ്മൂട്ടി സൂപ്പറായി ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൽ എടുത്തു പറയത്തക്ക പെർഫോമൻസ് ഒന്നുമില്ല. രണ്ടുപേരും എന്ന് പറഞ്ഞാൽ എടുത്തു പറയത്തക്ക ഒരേ ലെവലിൽ പെർഫോമൻസാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല. പടം സൂപ്പറാണ്. ഇത് രക്ഷയില്ല, അടിപൊളി. നിങ്ങളാണ് പറയേണ്ടത്. ഞാനും അമ്മയ്ക്കൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് നന്നായിട്ട് അഭിനയിച്ചെന്ന്. അപ്പോൾ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുമ്പോൾ എന്തായാലും അത്രയും ലെജൻഡായിട്ടുള്ള ഒരാളാണ്. ആളുടെ കൂടെ അഭിനയിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യത്തിൽ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ മമ്മൂക്ക എല്ലാം ഫുൾ സപ്പോർട്ടായിരുന്നു. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. അടിപൊളിയായിട്ട് തിയേറ്ററിൽ വന്ന് കാണാം. ഞങ്ങളുടെ രണ്ടുപേരും അഭിനയം വിലയിരുത്താം. അപ്പോൾ അത് ഇത്രേ പറയാനുള്ളൂ. താങ്ക് യു. എൻ്റെ പേരെന്താ? കോമ്പോ രക്ഷയില്ല വെച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാക്കി കളഞ്ഞു. വേറെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയും വിനായകൻ ചേട്ടനും കൂടെയും മത്സരിച്ച് അഭിനയിച്ചേക്കാണ്. ആരാണ് ബെറ്റർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട്. ലാസ്റ്റത്തെ വിനായകൻ ചേട്ടൻ്റെ ഒരു ഡയലോഗ് ഉണ്ട് ആളെ കുത്തി പിടിച്ചിട്ട്, അത് വേറെ ലെവല്. അതെന്തായാലും ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ തന്നെ സ്ക്രീനിൽ കൊണ്ടുവരും. എൻ്റെ പേര് ജിൽജിൽ എന്നാണ്. ഞാൻ ചെറിയൊരു വിംകിട്ടി ആർട്ടിസ്റ്റാണ്. സൗദിയിലായിരുന്നു, ഇപ്പോൾ നാട്ടിലുണ്ട്. അപ്പോൾ എല്ലാവരും പൊളിക്കാം. പടമൊക്കെ കണ്ട് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് കഴിഞ്ഞ നവംബറിലായിരുന്നു എൻ്റെ ഷൂട്ട്. സോ അതിനുശേഷം ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു പ്രൊജക്റ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. സോ ഫൈനലി കാണാൻ പറ്റി. ഇറങ്ങിയതിൽ ഒരുപാട് സന്തോഷം. രണ്ടുപേരും ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ലൈക്ക് അപ്പോൾ അത് കാണുന്നവർക്ക് എന്തായാലും മനസ്സിലാവും. ലൈക്ക് ടൈറ്റ് കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ബോത്ത് ദി ആക്ടേഴ്സ്. അത് ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച്. ബട്ട് ഡെഫിനറ്റ്ലി യെസ്, ദിസ് ക്യാരക്ടർ വിൽ ലീവ് എ മാർക്ക് ഓൺ ദി ഓഡിയൻസ്. മൊത്തത്തിൽ അടിപൊളി, തകർത്തു. ഇനി എല്ലാവരും കാണുക തിയേറ്ററിൽ, എന്നിട്ട് എൻജോയ്. നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം പറയുക. അതെ, ഞാൻ അതിനകത്തൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു.
സൈബർ സെൽ ഓഫീസർ അരവിന്ദ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തത്. ഓക്കെ, താങ്ക് യു. വളരെ നന്നായിരുന്നു. എപ്പോഴും ചെയ്യുന്നത് പോലെ അതിലും നന്നായിരുന്നു എന്ന് പറയാം. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ചോദിച്ചു. ഈ വില്ലനെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. സാധാരണ നായകനായിട്ടല്ലേ നമ്മളെപ്പോഴും കാണുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ലൊരു വില്ലനായിരുന്നു. ആ വില്ലനെ ഇഷ്ടപ്പെട്ടു. പിന്നെ അതാ ഡെയിലി നമ്മൾ കാണുന്ന ലേഡീസ് ഡെയിലി ലൈഫിൽ കാണുന്ന എല്ലാവരിലും നമ്മളൊന്നുകൂടെ ചിന്തിക്കും, ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്കൊന്നുകൂടെ ചിന്തിക്കാൻ പറ്റും. നമ്മുടെ മൈൻഡിൽ എപ്പോഴും സിനിമ വിട്ടിറങ്ങിയാലും നമ്മുടെ മൈൻഡിൽ നമ്മൾ ഡെയിലി കാണുന്ന ഓരോരുത്തരെ കുറച്ചുകൂടെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സിനിമയുടെ. അതെ 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 ശരി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മൂക്കേൻ്റെ പടത്ത് 3ാമത്തെ പടം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മമ്മൂക്കയും ഒരു വില്ലനായിട്ടുണ്ട്. വില്ലൻ അങ്ങനത്തെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എന്തൊക്കെ ചെയ്യും, നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ അതാണല്ലോ എന്തൊക്കെ ചെയ്യുമെന്ന്. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നോക്കാം റെസ്പോൺസ്. ഒരു രക്ഷയില്ല. രണ്ടുപേരും ആരാണ് വില്ലൻ ആരാണ് ഹീറോ അങ്ങനത്തെ ഇതിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ നല്ല നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ അത് തന്നെയായിരുന്നു. രണ്ടുപേരും ആരാണ് അതിൻ്റെ ഒരു ക്ലാരിറ്റിയും കറക്റ്റായിരിക്കണമല്ലോ. നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. രണ്ടുപേരും പെർഫോമൻസ് ഓറിയൻറ്റഡ് സാറിനാണ്. താങ്ക് യു. എന്നാലും ഞാൻ വിചാരിച്ചത് ഡൗണിക്ക് പോലെ ലോ ആണ്, പക്ഷെ ലോ ആവില്ല. ഇപ്രാവശ്യം ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ തൂക്കിവിടും. വിനായകൻ ബിഗ് ബി എന്നല്ല, വിനായകൻ്റെ ജയിലർ, അതുപോലെ നമ്മളെ എന്താ പറയുക ചോട്ടപ്പമ്മേര് പോലെ ഒന്നല്ല, വെറൈറ്റി. ഇപ്പോൾ നമ്മളെ നന്ദനത്തെ പെണ്ണിൻ്റെ കൂടി ഒരു പോലീസ് വേഷം ചെയ്ത് വിനായകൻ, അതൊന്നല്ല, അതൊക്കെ മേറെ. പക്ഷേ ഇതൊരു മമ്മൂക്കി വിനായകൻ്റെ വെറൈറ്റി കിടുപടം. ഇപ്രാവശ്യം ഇത് തൂക്കും, എന്തായാലും മോശം വരില്ല. കൺകാൾക്ക് അങ്ങനെയല്ലേ. പിന്നെ കൊലപാതകം ഇത് അതിൻ്റെ ഒരു വെറൈറ്റി മൂഡ് പലരും ചെയ്യുന്നുണ്ട്. മമ്മൂക്ക പോലീസുകാർ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നല്ല. ഇത് ഇപ്രാവശ്യം മമ്മൂക്ക വില്ലൻ ഗുണ്ട. മമ്മൂക്ക പ്രസ് മീറ്റിൽ പറഞ്ഞ പോലെ ഈ കഥാപാത്രത്തിൽ നമുക്ക് വിട്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം മമ്മൂക്ക ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു ഇത്. നമുക്ക് വില്ലൻ ആരാണെന്നറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വില്ലൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കഥ എവിടെ കൊണ്ട് അവസാനിപ്പിക്കുക, ഇത് എന്താണ് ഇതിൻ്റെ ഈ എന്താ പറയുക സൈക്കോ എന്ന് പറഞ്ഞ പോലെ ഗംഭീരമായിട്ടുണ്ട്. കുറച്ച് കഥ എന്താ അതെ ഒരു സൈക്കോ ത്രില്ലിങ്. അതാണല്ലോ ഈ കൊലപാതകങ്ങൾ ചെയ്യണതും. അതൊരു പ്രത്യേക ഇതുപോലെ കുറേ നമ്മുടെ കേരളത്തിൽ ഇതുപോലെ കുറേ കേസുകളുണ്ട്. ചിലതൊക്കെ ഈ പറഞ്ഞ പോലെ സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ ചിലത് പോലീസ് അത് നിർത്തി എവിടെ കൊണ്ട് അവസാനിപ്പിക്കും. അത് പിന്നെ അത് തുടങ്ങണം എവിടെയാണെന്നുള്ളത് കൊണ്ട് നിർത്താൻ പറ്റും. ഇതിൽ കുറേ അങ്ങനെ പോയിന്റ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നടക്കുന്നത് തന്നെയാണ് നമ്മൾ സിനിമയിലും കാണുന്നത്. എന്താ വിനോദം സൂപ്പർ ഗംഭീരമായിട്ടുണ്ട്. സുന്ദരനല്ലാത്തൊരു പോലീസ് ഓഫീസർ എന്ന് പറയും. കാരണം അത്രയ്ക്കും പറയാമെന്നാണ്. വേറെ ഒന്നുമല്ല, മമ്മൂക്ക ഈ കഥാപാത്രത്തെ ഇദ്ദേഹത്തിന് കൊടുക്കുക. മമ്മൂക്ക കമ്പനിയാണ് നിർമ്മിച്ചേക്കുന്നത്. കാരണം എന്തോരം പോലീസ് കഥാപാത്രങ്ങൾ മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് വിനായകൻ പെർഫോമൻസൊക്കെ അടിപൊളിയാണ്. അങ്ങനെ ഒരു പോലീസ് ഓഫീസറിൻ്റെ എന്തോ 100 കോടിയെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ പ്രേക്ഷകർ ഓരോരുത്തർ ഇഷ്ടപ്പെട്ടിട്ടില്ല. 100 കോടിയൊക്കെ നമ്മൾ പറയണമെന്നില്ല. നമുക്ക് നല്ലൊരു ചിത്രം സമ്മാനിച്ചു മമ്മൂക്ക കമ്പനിയുടെ. എനിക്കൊന്ന് 7ാമത്തെ ചിത്രമൊന്നും നല്ലൊരു ചിത്രം മലയാളികൾക്ക് മലയാളികൾക്കെന്നല്ല സിനിമാ മേഖലക്ക് സമ്മാനിച്ചെന്നാണ് പറയുക. കാരണം മമ്മൂക്കയുടെ ഇത്രയും പ്രായത്തിൽ ഇത് ഇങ്ങനൊരു കഥാപാത്രം. രജീഷ വിജയനും മാളവികനും അതുപോലെ തന്നെ ഗായത്രിയാണ്. പിന്നെ ഒരുപാട് നമുക്ക് പേരറിയാൻ പാടാത്ത കുറേ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. നല്ല പെർഫോമൻസൊക്കെ അടിപൊളിയാണ്. കാരണം ഈ മമ്മൂക്കയായിട്ട് അവർക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയെന്നാണ് പറയുന്നത്. ഇത്രയൊക്കെ 21 നായികമാരെന്നാണ് കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റിങ്ങിൽ മമ്മൂക്ക വന്ന ഒരു സീൻ കണ്ടത് ഞാൻ വീഡിയോയിൽ. നല്ല പെർഫോമൻസ് ഉണ്ട്. കാരണം മമ്മൂക്കയുടെ ആ ചലനവും നടപ്പൊക്കെ അടിപൊളിയാണ്, സൂപ്പറായിരുന്നു.